ടൂലി നോമാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ഗാംഗ്രിയയിലാണുള്ളത്. ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ ഗാംഗ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നത്. ഗാംഗ്രിയയിലെ ഗുരുദ്വാരയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുദ്വാരാണ്. ഇപ്പം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. എൻ്റെ മുകളിൽ ഭക്ഷണം നടന്നിട്ടുണ്ട്. നമ്മളിന്ന് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോ. അറിയാമെന്ന് കഴിഞ്ഞാൽ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും. അതെ, അങ്ങനെ ഇന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിതേ ഫസ്റ്റ് ഒരു വാട്ടർഫാൾസ് കണ്ട്. അതാണ് ഇന്നത്തെ വാട്ടർഫാൾസ്. നമ്മളിനി ചെക്ക് പോസ്റ്റിലേക്കാണ് എത്താൻ പോകുന്നത്. ഒരു ഡൈവേഷൻ എത്തിരി കാണിക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസ് മെൽട്ടായിട്ട് നിൽക്കണേ ഐസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ നമ്മൾ പൂക്കൾ കണ്ടു തുടങ്ങിട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിൻ പ്ലാന്റ് ആട്ടോ. ഇതൊരു പേപ്പർ പോലത്തെ ഈ മരം, ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. ഗൈസ് കയറി അങ്ങനെ വഴി മാറി. താഴെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കായിരുന്നു ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഹെംകോൺ സാഹിബിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാംഗ്രിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റേഴ്സാണ് ഹെംകോൺ സാഹിബിലേക്ക്. ഇപ്പം ഹെംകോൺ സാഹിബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹെംകോൺ സാഹിബ് എന്ന് പറയുന്നത് 5364 മീറ്റർ ഹൈറ്റിലാണ് ഹെംകോൺ സാഹിബ് വരുന്നത്. ഹെംകോൺ സാഹിബ് എന്ന് പറയുന്നത് 4329 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ്. സോ യെസ്, ഹെംകോൺ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗുരുദ്വാര ഉത്തരാഖണ്ഡിലെ ഹെംകോൺ സാഹിബാണ്. പിന്നെ അവിടെ നമുക്കൊരു ലേക്ക് കാണാം. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ്. അവിടെ തന്നെ കുറച്ച് നമുക്ക് ഫ്ലവേഴ്സും കാണാം. സോ ഹെംകോൺ സാഹിബിലെ കാഴ്ചകൾ ഓണായിട്ട് കാണാം. ഇതാണ് ഇനി നമുക്ക് പോകേണ്ട. ഇനി ഒരു 1.5 കിലോമീറ്റേഴ്സും കൂടാണ് ഉള്ളത്. ഇനി മൊത്തം സിഗ്സാക്ക് ആയിട്ടൊക്കെ, അതായത് അതൊക്കെ കാണുന്ന മഞ്ഞ് ഫ്രോസൺ ആയിട്ട് നിൽക്കുന്ന മഞ്ഞുകളാണ്. പിന്നെ അതിൻ്റെ മേലൊക്കെ മഞ്ഞുണ്ട്, നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കട്ടോ ഹെംകോൺ. പിന്നെ നമ്മളത് ഒരു ആലു പൊറോട്ട ഇവിടെ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ നിൽക്കാണ്. ഗൈസ്, ഇനി നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ഗ്ലേഷ്യറാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലേഷ്യർ. ഗൈസ്, അപ്പോൾ ഇപ്പം ഗ്ലേഷ്യറിൽ കൂടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നോക്കി, കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഗ്ലേഷ്യറാണ്. ആൻഡ് ഒരു 1.5 കിലോമീറ്റേഴ്സും കൂടെ നമ്മൾ ടോപ്പിലെത്താൻ. ഗൈസ്, ട്രാഫിക് ജാം. ഇവിടുത്തെ ട്രാഫിക് ജാം. ഞാൻ വന്ന വഴി നോക്കിയേ, ഈ ബൈക്കോടാണ്. ഇപ്പം ഞാൻ കയറി വന്നത് ഫുള്ള് സ്നോ ആണ്. ഇതിന് മേലെ മൊത്തം സ്നോ ഗ്ലേഷ്യറാണ്. നമുക്ക് പോകേണ്ട വഴി അതാണ്. ഇത് ആ കാണുന്ന കൊടിയാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. ആൻഡ് ഇവിടെ നമുക്കൊരു വാട്ടർഫാൾസ് കാണാം. ഉയരം കൂടുന്തോറും ഫ്ലവേഴ്സ് കൂടി വരാണ്. സോ നമ്മൾ ഹെംകോണിൽ എത്തിയിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഹെംകോൺ സാഹിബ്. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗുരുദ്വാരയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ 2 മണി വരെയാണ് ടൈം.
ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഹായ്. പുള്ളി സൈക്കിളിൽ വന്നു കേട്ടോ. ഫരീദാബാദ്, ഡാലി, പഞ്ചാബ് പഞ്ചാബിൽ അംസറിനാട്ടോ പുള്ളി സൈക്കിൾ ഓടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ഒപ്പം കൂടെ ട്രക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പുള്ളി രാവിലെ നേരത്തെ വന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ 2 മണി വരെയാണ് സമയം. നോക്കിയാൽ ഇവിടെ എത്ര ആൾക്കാർ. You going? I'm waiting for you. You will be in Gurdwara maybe 6 o'clock. You go there? What? Difficult, man. No. You can go to Jangria. Jangria. Stay Jangria. Today stay Jangria. And if you're interested, tomorrow go to Valley of Flowers. Okay. See you. Bye bye. ഇവിടുത്തെ കാഴ്ചകളൊക്കെ I show you Down? This side. This side? that another guy, no YouTuber. Yeah. So this side. He's from the mid of this part. Okay. Okay. Yeah, bye. See you. Welcome. Bye. See you. നോക്കി ഇവിടുത്തെ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇനി ഉള്ളിലത്തെ കാഴ്ച കാണിക്കാം. ഗുരുദ്വാരൻ്റെ ഉള്ളിലത്തെ കാഴ്ച കാണിക്കാം. ഇത്രയും പേര് ഇവിടേക്ക് വന്നതാട്ടോ. ഈ ഗുരുദ്വാരയിലേക്ക് വന്നതാണ്. ഹെംകുണ്ട് സാഹിബ് എന്നാണ് ഈ ഗുരുദ്വാരൻ്റെ പേര്. ആൻഡ് ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിളാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗുരുദ്വാര. സ്നോ ആണ്. ഇതിൻ്റെ അടുത്തൊക്കെ സ്നോ ആണുള്ളത്. സ്നോ മൗണ്ടെയിൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ ഡിസ്പെൻസറി ഉണ്ട്. ഗൈസ്, നമ്മളിനി പോകാൻ പോകുന്ന ലേക്കിന്റെ അടുത്തേക്കാണ്. लीटर वाली नहीं होगी क्या? ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷൂ പുറത്ത് അയച്ചു വെക്കണം. ആൻഡ് നമ്മൾ ലേക്കിന്റെ അടുത്തെത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഈ ലേക്കാണ്. ഗായ്സ്, ഇതാണ് ആ ലേക്ക്. ഗായ്സ്, എങ്ങനെയുണ്ട് അഭിപ്രായം കമന്റിൽ ഇടണേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വാട്ടർഫാൾസ് ഒക്കെ ചെറുതായിട്ട് വാട്ടർഫാൾസ് ഉണ്ട്. സ്നോ മൗണ്ടെയിൻസ്, സ്നോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് കാണാം നമുക്ക്. ഇത് പല ആംഗിളിൽ പോയി നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. നമുക്കത് അങ്ങോട്ടൊക്കെ കയറിയിട്ട് അതിൻ്റെ പല ആംഗിളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ അത് അങ്ങോട്ടൊക്കെ കയറിയിട്ട് ആ ആംഗിളിൽ നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇത് നോക്കിയേ, ഇവിടെ ഐസ് മെൽട്ടായി നിൽക്കുന്നത് കാണാം കേട്ടോ. ഐസ് മെൽട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലിയർ ആക്കിയ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കേട്ടോ. ഈ വെള്ളത്തിൽ കുളിക്കാനൊക്കെ പറ്റട്ടോ നമുക്ക്. ഈ വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട്. അതേ നോക്കി.
ഇത് പ്യുവർ വാട്ടർ കേട്ടോ. ഈ വെള്ളം നമുക്ക് കുടിക്കാനൊക്കെ പറ്റും. ഗുരുദ്വാരൻ്റെ അടുത്തുള്ളൊരു ടോപ്പിലേക്ക് വന്നതാണ്. തൊട്ട് മലൻ്റെ അടുത്തേക്ക് വന്നതാണ്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗായ്സ്, ഇവിടുന്നുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ്. നമുക്കിത് ഐസ് ഗ്ലേഷ്യേഴ്സ് കാണാം കേട്ടോ. ഇവിടെ ഐസ് ഗ്ലേഷ്യേഴ്സ് ധാരാളം ഉണ്ട്. പിന്നെ ഇത് നോക്കിയാൽ ഈ മൗണ്ടൈൻ്റെ ഒരു റിഫ്ലക്ഷനും ഈ ലേക്കിൽ അടിക്കുന്നുണ്ട്. പിന്നെ അവിടേക്കൊക്കെ ഐസ് ഗ്ലേഷ്യേഴ്സ് ആണ് കാണാം. ലേക്കിൽ ഐസ് ഫ്രീസായി നിൽക്കുന്നത് കാണാം. ഇനിയിത് ഹെംകുണ്ട് വന്നത് വർത്തിറ്റായി. അത്രക്കും മനോഹരമായ വ്യൂ ആയിരുന്നു ഇവിടുന്ന് കിട്ടിയ വ്യൂ. ലേക്കിൽ വെച്ചിട്ട് ഇത്രയും അടിപൊളി വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാശ്മീരിൽ നിന്നൊക്കെയാണ് കിട്ടിയത്. പക്ഷെ ഇത് അതിനേക്കാളും പൊളി കേട്ടോ. ഇഷ്ടമായി. നമ്മൾ ഇറങ്ങാണ്, തിരിച്ച് ഡിസെൻഡ് ചെയ്യാണ്. ഇവിടെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കാണിക്കാം. നാളെ കണ്ടിട്ട് നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്ന നോക്കിയേ, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കാണാം. നമ്മളിറങ്ങാണ്, താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി തിരിച്ച് ഗാൻഗ്രിയയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഗാൻഗ്രിയയിൽ നിന്നും 6 കിലോമീറ്റേഴ്സ് ആയിരുന്നു ഹെംകുണ്ട് സാഹിബിലേക്ക് ഉണ്ടായിരുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഫുൾ പവറാവട്ടോ. അത്രക്ക് തണുപ്പാണ് ഈ വെള്ളത്തിൽ. ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടാനുണ്ട്. പിന്നെ ഈ വെള്ളം നോക്കി എന്ത് ക്ലിയറാണ് നോക്കിയാൽ. വെള്ളം നല്ല ക്ലിയറാക്കി കൊടുക്കും. അപ്പം ഇനി ഗാംഗ്രിയയിലേക്ക് 6 കിലോമീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ മാഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിസെൻഡിങ് ആണ്, താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗാംഗ്രിയയിലേക്ക് 4.5 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ആ വില്ലേജിലൊക്കെ നമുക്ക് എത്തേണ്ടത്. നോക്കിയേ, ഇവിടെ ഫ്ലവേഴ്സ് പറിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് പറിച്ചാൽ 5000 ആണ് ഫൈന്. ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു ഇൻഫോർമേഷനാണ്. ഇന്നത്തെ നൈറ്റ് ഗുരുദ്വാരയിൽ നിന്നാണ് റൊട്ടിയും സബ്ജിയുമാണ്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ഇന്നലത്തെ അതേപോലെ തന്നെ നമുക്ക് ഒരു ബെഡ് സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് ഗുരുദ്വാരയിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.